നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവുന്ന സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. കൊടിഞ്ഞിയിൽ വീടിന്റെ പൂട്ട് തകർത്ത് മോഷണം. കൊടിഞ്ഞി കുറൂലിൽ OP സൈദലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പുറകിലെ ഗ്രിൽസിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാവ് മറ്റൊരു വാതിലിന്റെ കുളത്തും തകർത്താണ് വീടിനുള്ളിൽ കയറിയത്. മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ഫൗസിയയുടെ 2.5 പവന്റെ ഒരു പാദസരം കവർന്നു. 2 ദിവസം മുമ്പ് വിരുന്നിനെത്തിയതായിരുന്നു ഫൗസിയ. ഒരു കാലിന്റെ പാദസരം എടുത്തപ്പോൾ ഞെട്ടി ഉണർന്ന യുവതി ബഹളം വെച്ചപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുഖം മറച്ചെത്തിയ തടിച്ച ഒരാളാണ് മോഷണം നടത്തിയതെന്ന് യുവതി പറഞ്ഞു. ഞാൻ വർക്കത്തിൽ എന്തോ കാൽമൻ എന്തോ വലിക്കണമായിരിക്കാണ് തോന്നുന്നത്. എന്താ കാൽമൻ എന്താ നോക്കിയാലേ ചെറിയ നീറോളിങ്ങിൽ ലൈറ്റില്ലേ ഇതിൻ്റെ ഒരു ചങ്ങായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്ത ആളല്ലേ അതിൽ വേഗം എന്ത് കാൽമുക്ക് നോക്കി പാസാരം കണ്ടല്ലേ ചങ്ങായി പൊടിച്ചുകാണ്ട് അപ്പോൾ ഇപ്പാനെ വിളിച്ചുകാണ്ട് വീട്ടിലിട്ട് പോലെ ആൾ കൂടി കഴിച്ചില്ല. മുഖത്ത് ഇത് കെട്ടിയിട്ടുണ്ട്, ടവൽ എന്തോ കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ആ റൂമിൽ വന്നപ്പോൾ 3 മണിയൊക്കെ ഈ സമയത്ത്. പക്ഷെ അതിന് തൊട്ട് മുമ്പൊക്കെ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ കുറെ മുമ്പ് എത്തിയിരുന്നു പറഞ്ഞു. പാദസരം ഒരു കാൽമത്ത് എടുത്തുകാണ്ട് വലിക്കുന്ന ടൈമിലാണ് ഞാൻ അറിഞ്ഞത്. യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് വീട്ടുകാർ ഉണർന്ന് എത്തിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇവിടെ CCTV ഉണ്ടെങ്കിലും അത് വടി ഉപയോഗിച്ച് മുകളിലേക്ക് തിരിച്ചു വെച്ച നിലയിലാണ്. വീട്ടിൽ മകളെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഉണരുന്നത്. മകള് ഇതിലിട്ടപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് മകളുടെ അടുത്തേക്ക് ചെന്ന് മകള് എത്തിയപ്പോൾ അവളാ വെപ്രാളത്തിൽ ശരിക്കും സംസാരിക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ എന്തോ സംഭവിച്ചോ എന്നുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പിടിച്ചിട്ട് കരഞ്ഞാന്നാണ് വിചാരിച്ചത്. എല്ലാം കുറേ കഴിഞ്ഞ് കുറച്ച് സമാധാനം ആയതിൻ്റെ ശേഷമാണ് അവൾ പറയണത് ഇപ്പോൾ കള്ളം വന്നുകൊണ്ട് എൻ്റെ പാദസരം പൊട്ടിച്ചിരുന്നു, പാദസരം കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് കള്ളം കയറി വരും. അങ്ങനെ പുറത്തൊക്കെ വന്ന് നോക്കുമ്പോൾ അതിലൊക്കെ ഗ്രിൽസ് പൊട്ടിച്ചാണ് കയറിയിരിക്കുന്നത്. ഗ്രിൽസും കെട്ടിച്ചാണ് അതിൻ്റെ അടുത്തുള്ള വാതിലിൻ്റെ മുകളിലെ കുറ്റി അതും അടത്തി ഇട്ടിട്ടാണ് കള്ളം കയറിയിട്ടുള്ളത്. പിന്നെ അത് കേട്ടപ്പോഴാണ് പിന്നെ മക്കളൊക്കെ വിളിച്ചുകൊടുത്തി കണ്ട് എല്ലാവരും പുറത്തൊക്കെ അന്വേഷിച്ച് ഇവരെ കണ്ടുകിട്ടാൻ പറ്റിയില്ല. രാത്രി ഇവിടെ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ 12 സമയത്ത് ആൾ വന്ന് ഇവിടെ നന്നായിട്ട് ചുറ്റവും കറങ്ങിക്കുന്നത് അത് ശരിക്കും കാണുന്നുണ്ട്. സംഭവം നടന്നത് 3 മണിൻ്റെ ശേഷമാണ്. ആദ്യം തന്നെ വന്ന് സെറ്റായി അവർ വലുതായിട്ട് വീട് ഒന്നായിട്ട് ചുറ്റുപോകാൻ ശ്രദ്ധിച്ചിരുന്നു എന്താണ് എന്നുള്ളത്. അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മുഖം പിന്നെ ഇതിൽ കാണുന്ന മുഖം മറച്ചിട്ടായിട്ടാണ്. ഇല്ല 2 ആളുണ്ട് തോന്നുന്നു. ആ ആള് പറഞ്ഞ പുറത്ത് കണ്ട ആളല്ല എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആള് മുഖം പിന്നെ കെട്ടിയാണ് കുറച്ച് തടിയുള്ള ആളാണ്. CCTV ദൃശ്യത്തിൽ 12 മണിയോടെ മോഷ്ടാവ് ഇവിടെ എത്തി വീടിന്റെ മുറ്റത്ത് നിരീക്ഷണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം മോഷണം നടത്തിയത് പുലർച്ചെ 3 മണിയോടെയാണ്. യുവതിയുടെ മൊഴി അനുസരിച്ച് നോക്കുമ്പോൾ മോഷണത്തിലെത്തിയത് മറ്റൊരാളും വീട് നിരീക്ഷിക്കാനെത്തിയത് വേറെ ഒരാളുമാണെന്നാണ് അറിയുന്നത്. സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസിന് പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.